കടുവ ആക്രമണം പ്രമേയമായ ഒരു ഹ്രസ്വ ചലച്ചിത്രത്തിൻ്റെ ഭാഗമായി അഭിനയിച്ച ഒരാളാണ് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷ് എന്ന ക്ഷീരകർഷകൻ. അവിചാരിതമായിട്ടാണ് അഭിനയിച്ചതെങ്കിലും ഹ്രസ്വ ചിത്രത്തിൻ്റെ പ്രമേയം പ്രജീഷിൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. അതിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ. സിനിമാ ചർച്ചകളുടെ ഭാഗമായി വാഗേരിയിൽ എത്തിയതായിരുന്നു സംവിധായകനും ക്യാമറാമാനുമായ ജോഷുവ റൊണാൾഡും സ്റ്റണ്ട് ഡയറക്ടർ രാജൻ ഗുരുക്കളും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനിൽ ചെങ്ങന്നൂരും. സുഹൃത്തായ ജിനേഷിന്റെ ഫാം ഹൗസിൽ തങ്ങി സിനിമാ ചർച്ചകളിൽ ഈ നാട് അനുഭവിക്കുന്ന ദുരവസ്ഥ നിഴലിച്ചു. അതൊരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിലേക്ക് എത്തിച്ചു. കടുവ ആക്രമണമായിരുന്നു പ്രമേയം. അതിൽ അവിചാരിതമായി പ്രജീഷും അഭിനയിച്ചു. അതോടൊപ്പം ഈ നാട്ടുകാരും സിനിമയുടെ പ്രമേയത്തിൽ ജീവിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 4-നായിരുന്നു ചിത്രീകരണം. ഈ പറഞ്ഞ പ്രജീഷ് താഴേന്ന് പുല്ലും വെട്ടി അവൻ്റെ സ്വന്തം ജീപ്പിൽ വരുന്ന സമയത്ത് ഞങ്ങൾ അവനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, നിൻ്റെ ഒരു സീനും കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ, ചെയ്യാൻ പറ്റും. പറഞ്ഞ ആ സമയത്ത് തന്നെ അവൻ ആ വണ്ടി അവിടെ നിർത്തും ചെയ്തു. അവൻ ആ സീൻ അതിനകത്ത് 1-2 സീനിൽ അഭിനയിക്കുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ അനിയൻ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ വിഷമം, ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടി അവനെയും കൂടി ഞങ്ങൾ അതിൻ്റെ ഭാഗമാക്കി മാറ്റി. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി മാറി. ഇപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വാണിജ്യ സിനിമയിലേക്കുള്ള വഴി മാത്രമായിരുന്നു ഈ ചിത്രം. ഹ്രസ്വ ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് പുരോഗമിക്കുകയാണ്. കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നതാണ് ചിത്രത്തിൻ്റെ കഥ. ആ അനുഭവം ഈ നാട്ടിൽ ഉണ്ടാവുകയും പ്രജീഷ് അതിൻ്റെ ഇരയാവുകയും ചെയ്തത് നടുക്കത്തോടെ മാത്രമാണ് ഈ സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നത്. ചിത്രം പുറത്തിറങ്ങുമ്പോൾ പ്രജീഷിന്റെ അസാന്നിധ്യം സങ്കടമായി നിറയും. 24 വയനാട്.